പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമസ്കാരം നേരുന്നു. പ്രിയമുള്ളവരെ, എൻ്റെ ഒരു സുഹൃത്താണ് ഷാജിബായ് എന്ന് പറയും. നമ്മുടെ ചെമ്പ്രവട്ടത്തല്ലേ? അതെ അതെ, ചെമ്മോട്ടം പാലത്തിനടുത്ത്. ചെമ്പ്രവട്ടം പാലത്തിനടുത്ത്. ഈ ചെമ്പ്രവട്ടം പാലത്തിനടുത്ത് നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാഴ്ചയുണ്ട്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നാം ഓരോരുത്തരും, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ, കേരളീയരെന്ന് പറഞ്ഞാൽ നന്മയുള്ള മനസ്സിൻ്റെ ഉടമകളാണ്. ഇവിടങ്ങളിൽ ആരും തന്നെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ പ്രയാസങ്ങൾ അനുഭവിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ആരുടെ ശ്രദ്ധയിലേക്ക് എത്തിപ്പെട്ടാലും തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഒന്ന് സഹായിക്കാൻ അവനവൻ്റെ സാഹചര്യങ്ങൾക്കനുസൃതമായിട്ട് ചെയ്യാൻ മനസ്സ് കാണിക്കുന്നവരാണ് കേരളീയർ. അങ്ങനെ തന്നെയല്ലേ അതെ ഷാജി? അതെ. അപ്പോൾ എന്തായാലും ഞാനിവിടെ എത്തിയുള്ളത് ചെമ്പ്രവട്ടം പാലത്തിൻ്റെ തായ്ഭാഗത്തായിട്ടാണ്. നെരിപ്പറമ്പ് എന്ന് പറയും. നരിപ്പറമ്പ് എന്ന സ്ഥലത്ത്. ഈ പുറകിലായിട്ട് നിൽക്കുന്നത് ഒരു ആശുപത്രി സെൻ്ററാണ്. എന്താണ് ആശുപത്രി വർക്കൊക്കെ നടത്തുന്നത്? ഫർണിച്ചർ വർക്ക് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയ റൂമിൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ കിടക്കുന്നുണ്ട്. ആ കാഴ്ച നമ്മൾ കാണേണ്ടതുണ്ട്. ഇതാണ് റൂം. ഇതാണ് റൂം. നമ്മൾ മൂപ്പരൊന്ന് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ മൂപ്പുള്ളൂ ഇവിടെ. മൂപ്പര് തനിച്ചാണല്ലോ അല്ലേ? അതെ അതെ. ഷാജിബായ്, നിങ്ങളെ സുഹൃത്തും കൂടിയാണല്ലേ? അതെ, നമ്മളെ സുഹൃത്താണ്. മൂപ്പര് ശരിക്ക് ആദവനാട് പഞ്ചായത്തല്ലേ? അല്ല, മൂപ്പര് വൈഫ് ഹൗസ് ആണ് ആദവനാട് പഞ്ചായത്ത്. വൈഫ് ഹൗസ് ആണ്. മൂപ്പര് ജന്മനാട് ഇവിടെ തന്നെ? ജന്മനാട് ചെമ്പ്രവട്ടം തന്നെയാണ്. അപ്പോൾ നിങ്ങളെ അവസ്ഥയും അത്ര തന്നെ ഭദ്രമൊന്നല്ല. നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു? എന്താ ചെയ്യുന്നത്? തൊഴിൽ? നമ്മള് വിറക് പണിയാണ്. വിറക് പണി, നാടൻ പണി. അങ്ങനെയുള്ള പണിയൊക്കെ എടുത്തിട്ട് വേണം അവനെ കുട്ടികളെ നോക്കാൻ. തീർച്ചയായിട്ടും. ആ കൂട്ടത്തിലും തന്റെ സുഹൃത്ത് വീണ് പോയി എന്ന് കണ്ടപ്പോൾ അതെ, അറിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വർക്കും കാര്യങ്ങളും കുറവായിരുന്നു, എങ്കിലും കൂടി കാര്യത്തിൽ വെച്ച് മുപ്പയുടെ കൂടെ കൂടി. ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് ആളുകൾ പേട്ടെ തുണക്കുക. തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഓരോ സഹായിക്കാനൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി വരാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇവരായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അസ്സലാമു അലൈക്കും. എന്താണ് പേരെന്തായിരുന്നു? പേര് ഷാജഹാൻ. ഷാജഹാൻ. അപ്പോൾ നിങ്ങൾ ആദവനാട് എന്ന് പറഞ്ഞാൽ നിങ്ങളെ വൈഫ് ഹൗസ് ആണ് അല്ലേ? ആദവനാട് വൈഫ് ഹൗസ്. ഇവിടെയാണ് ജന്മനാട്. ജന്മനാട് ഓക്കെ ഓക്കെ. എന്തായിരുന്നു ആദ്യം ചെയ്തിരുന്ന ജോലികളൊക്കെ? എന്തായിരുന്നു? അത് കൂലിപ്പണിയായിരുന്നു ചെയ്തിരുന്നു. അവിടെ തന്നെ പണിയെടുത്തിരുന്നു. ആദവനാട് തന്നെ പണിയെടുത്തിരുന്നു. കണ്ട പണി വല്ല പണിയെടുത്തു. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിച്ചു പോയിരുന്ന ഒരാളാണ്. അതിനിടയിലാണ് ഇങ്ങനെ വന്നത് അല്ലേ? ഇത് ആദ്യം വന്നത് എന്തായിരുന്നു? ഇത് ഫിസ്റ്റുലായിരുന്നു. ഫിസ്റ്റുല. അത് 5 പ്രാവശ്യം ഓപ്പറേഷൻ കഴിഞ്ഞു. 6ാമത്തെ പ്രാവശ്യം കുടലിനെ ബാധിച്ചു പോയി. ഇപ്പൊ കുടല് ഓപ്പറേഷൻ ചെയ്തിട്ട് ഇപ്പൊ ഇൻഫെക്ഷൻ ആയി. അപ്പോ ഇതെന്താ അവസ്ഥ? ഏറ്റവും വലിയ മുറിവുകളും കാര്യങ്ങളൊക്കെ ഓപ്പറേഷൻ സർജറി കഴിഞ്ഞാണ് അപ്പൊ അല്ലേ? സ്റ്റിച്ച് എടുത്തിട്ടില്ലേ? അപ്പൊ എന്നാ ഓപ്പറേഷൻ കഴിഞ്ഞ്? 10-15 ദിവസമായി. 15 ദിവസമായി. പഴുപ്പായതിന്റെ വല്ല തുറന്നിട്ടാണ്. 2 സ്റ്റേജ് എടുത്തിട്ട് തുറന്നിട്ട് ഇപ്പോ കുറച്ച് പഴുപ്പായതിന്റെ പേരില് പഴുപ്പ് വന്ന് ഇപ്പൊ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ തുന്ന 9-ാം തീയതി ബുധനാഴ്ച പോയിട്ട് എടുക്കും. ബുധനാഴ്ച പോയി. ഏത് ഹോസ്പിറ്റലിലെ ചികിത്സ ആയിരുന്നു ഇപ്പൊ? സൂപ്പർ സ്പെഷ്യാലിറ്റി കോഴിക്കോട്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങളെ അവസ്ഥ ഇപ്പൊ ചോദിക്കേണ്ട ആവശ്യമില്ല. കാര്യം നിങ്ങളെ ഭാര്യ അവിടെ വേറെ വിവാഹം കഴിച്ചിട്ട് വേറെ വിവാഹം കഴിച്ചു പോയി. 2 മക്കളുണ്ട്. മക്കളും കാര്യങ്ങളൊക്കെ. മക്കൾ എന്ത് ചെയ്യുന്നു? മക്കൾ പഠിക്കാണ്. എത്രയിലൊക്കെ പഠിക്കുന്ന? വളാഞ്ചേരി ഏവിയേഷന് പിന്നെ +1 രണ്ടാളും പഠിക്കും. രണ്ടാളും ഒരേ എങ്ങനെയാണ്? +1 ഒരാൾ പഠിക്കുന്ന, ഒരാൾ ഏവിയേഷൻ പഠിക്കുന്നു. ഓക്കെ. മോളും മോനാണോ? മോളും മോൻ. മക്കളൊക്കെ ചെറിയ മക്കളാണോ? മക്കൾ ചെറിയ. നിങ്ങളെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള യാതൊരു സാഹചര്യം അവർക്കില്ല. നിങ്ങളെ പ്രതീക്ഷിച്ച് ജീവിക്കുന്നവരാണ് അവര്. ഇപ്പോ സാമ്പത്തികമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പോലത്തെ അവസ്ഥ അങ്ങനെ വളരെ ദയനീയമായ അവസ്ഥയിലാണ്. അപ്പോൾ മറ്റുള്ളവരുടെ സുമനസ്സുകളുടെ സഹായം നിങ്ങൾക്ക് ആവശ്യമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അസുഖം മാറി കിട്ടിയാൽ മതി. അപ്പോൾ ഈ അസുഖം മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ ഈ സാമ്പത്തിക കാര്യങ്ങളൊക്കെ എങ്ങനെ വഹിക്കുന്നത്? സാമ്പത്തികമൊന്നുമില്ല. എല്ലാവരും സഹായിച്ചു. ആരും സഹായിക്കാനുമില്ല. അതുകൊണ്ടാണ് നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തത്. ഒരു വീഡിയോ ഞാൻ കണ്ടു. നിങ്ങളൊരു വീഡിയോ ശ്രദ്ധയിൽ വന്നു. ഇവിടുത്തെ ഒരു പാലിയേറ്റീവ് കെയർ അവരാ ഒരു ദയനീയത അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോഴാണ് സത്യത്തിൽ എനിക്കും എൻ്റെതായുള്ള കുറച്ച് ചെറിയൊരു ലോകമുണ്ട്. ചെറിയ പ്രേക്ഷകരുണ്ട്. അവർ നല്ലൊരു ശതമാനം പ്രവാസികളും അതിലേറെ സന്മനസ്സുടമകളൊക്കെയാണ്. നന്മയായ കാഴ്ചകളും വിഷയങ്ങളൊക്കെ കാണുമ്പോൾ അവനവനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ചെയ്യണം എന്നുള്ള മനസ്സുള്ള ആളുകളാണ് അവരൊക്കെ. അവർ പക്ഷേ നിങ്ങളെ ഈ സാഹചര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങളെ സഹായിക്കണം തോന്നുകയാണെങ്കിൽ അവർ നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളെ അവസ്ഥ എന്തായാലും ഇപ്പോൾ ഞാൻ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടു. ഞാൻ അതിനു വേണ്ടിയാണ് നിങ്ങളുടെ അടുത്ത് ഇവിടെ എത്തിയത്. ഓക്കെ. അപ്പോൾ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നമ്മുടെ ഷാജിബായ് ആണ് താനും. അപ്പോൾ എന്തായാലും ഇനിയുള്ള മുന്നോട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നടക്കണം. ട്രീറ്റ്മെന്റ് വലിയ ചെലവാണ്. ഓപ്പറേഷൻ കൂടി വേണം. ഇനി ഓപ്പറേഷൻ വേണം. പിന്നെ ഒരു ഹെർണിയന്റെ ഒരു ഓപ്പറേഷൻ ഉണ്ട്, അത് ചെയ്യണം. കീമോ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ ദിവസം കീമോ ചെയ്യണം.
അടവ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇത് ഉണങ്ങിയിട്ട് വേണം അത് ചെയ്യണമെങ്കിൽ അത് ഇത് കൊണ്ടു നടക്കണം. ഏത് കാര്യം വരാണ് അത് ഒരു ബാഗ് ഈ ബാഗിലാണ് ഇപ്പോ കാര്യങ്ങൾ ചെലവാണ്. ബാഗിനൊക്കെ നല്ല ചെലവാണ്. 7,000 രൂപ ഒരാഴ്ച ചെലവ്. ഒരാഴ്ചക്ക് 7,000 രൂപ ചെലവ്. ഇത് ബാഗിന് മാത്രം അനുബന്ധ മരുന്നുകൾക്ക് അല്ല, അത് ഇതിന് മാത്രം ഇത് ബാഗിന് മാത്രം 300 വരുന്നത് ഒരു ബാഗ്. ഒരു ദിവസം 3-4 ബാഗ് മാറ്റേണ്ടി വരും. അപ്പൊ അതിനുള്ള സാമ്പത്തികം എന്ത് ചെയ്യുന്നുണ്ട്? സാമ്പത്തികമൊന്നും ഇല്ലാത്ത മൂപ്പരുടെ അനിയന്മാര് അവരൊക്കെ എന്തെങ്കിലും സഹായിച്ചു കൊടുക്കുന്നുണ്ട്, നാട്ടുകാർ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, പക്ഷെങ്കിൽ ആരും ഇങ്ങോട്ട് എത്തുന്നില്ല. കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. കുറെ ആയിട്ട് ഒരു പക്ഷെ അത്ര സാമ്പത്തിക ഭദ്രതയുള്ള ആളുകളാവൂല അവരൊന്നും. അനിയന്മാരായാലും അപ്പൊ അവർക്ക് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ എന്തായാലും മറ്റുള്ളവരുടെ സഹായം നിങ്ങൾക്ക് ആവശ്യമാണ്. തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടുള്ള സഹായം അവർക്ക് ചെയ്തു തന്നാലേ അതിന് പ്രതിഫലം അള്ളാഹു അവർക്ക് തരും. ആമീൻ ആമീൻ. അപ്പോൾ അങ്ങനെയുള്ള സന്മനസ്സിൻ്റെ ഉടമകളായിരിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ അത്തരം വീഡിയോ ഒന്നും കൂടുതൽ പോസ്റ്റ് ചെയ്യുന്ന ആളല്ല. പക്ഷെ നമുക്കുള്ളിൽ ഒരു സ്വഭാവമുണ്ട്, മറ്റുള്ളവൻ്റെ പ്രയാസങ്ങൾ കാണുമ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക. അതിൽ സംതൃപ്തി കാണുന്ന ഒരാളാണ് ഞാൻ. സ്വാഭാവികമായിട്ടും നമ്മൾ സഹായിച്ചവരോ നമ്മൾ ഗുണം ചെയ്ത ആളുകളോ ഒക്കെ നമ്മൾ തിരിഞ്ഞ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നൊന്നും നമ്മൾ വിശ്വസിക്കുന്ന ആളല്ല. പക്ഷേ ദൈവത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടി അവരുടെ പ്രയാസഘട്ടങ്ങളിൽ നമ്മൾ സഹായിക്കാനുള്ള മനസ്സ് കാണിച്ചാൽ തീർച്ചയായിട്ടും ദൈവം ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ നമ്മൾ സഹായിക്കുന്നുണ്ടാവും. അത് പല പല കാരണത്താലായിരിക്കും. ചില അപകടങ്ങളെ തൊട്ട് രക്ഷപ്പെടുത്തുന്നത്, രോഗങ്ങളെ തൊട്ട് കാക്കുന്നത്. അല്ലാതെ സമ്പത്ത് മാത്രമല്ല ഒരു മനുഷ്യന്റെ രക്ഷപ്പെടൽ എന്നല്ല. സമ്പത്ത് നിസ്സഹായനാണ് സമയങ്ങളിൽ. ഒത്തിരി സമ്പത്ത് ഉണ്ടായിട്ടും ചില മേജർ രോഗം വന്നാൽ പണം നിസ്സഹായനായിട്ട് നോക്കി നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ടാവും. അപ്പം അതുകൊണ്ട് പണം മാത്രമല്ല ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ വിജയം എന്നുള്ളത്. അപ്പോൾ എന്തായാലും അതിനൊക്കെ പറ്റുന്ന ആളുകൾ നിങ്ങൾ സഹായിക്കട്ടെ. എൻ്റെ പ്രേക്ഷകരോട് ഞാനും പറയാണ്, ഞാൻ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നിങ്ങളെ നമ്പർ നിങ്ങൾ ബന്ധപ്പെടണം. കാരണം വെച്ചാൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതായതുകൊണ്ട് നിങ്ങളെ നമ്പർ നിങ്ങൾ തന്നെ ആയിട്ടൊന്ന് പറഞ്ഞോളൂ. ആ മൈക്കൊന്ന് എടുത്തു വെച്ചോളി. 8075 299 033. അതാണ് നമ്പർ. ആയിക്കോട്ടെ, ഞാൻ സ്ക്രീനിലും കൂടെ കൊടുക്കുന്നുണ്ട് നമ്പർ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെടാം. ആ നമ്പർ നിങ്ങൾ ബന്ധപ്പെട്ടതിന് ശേഷം മാത്രം, സത്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം നിങ്ങൾ സഹായിക്കാൻ വേണ്ടി തയ്യാറാണ്. നിങ്ങളെ ഗൂഗിൾ പേ നമ്പറോ മറ്റുള്ള എല്ലാ കാര്യങ്ങളുണ്ടോ? അക്കൗണ്ട് നമ്പറൊക്കെ അല്ലേ? ഗൂഗിൾ പേ ഉള്ളത്. ഓക്കെ. യാത്ര ചെയ്യാനൊന്നും പറ്റില്ല, അത്ര അവസ്ഥ. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, കാണുന്ന പ്രേക്ഷകർ, നന്മയുള്ള മനസ്സിനുടമകളായിരിക്കുന്ന പ്രേക്ഷകരോട് റിക്വസ്റ്റാണ്, നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം എന്തായാലും ശരി അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കാനുള്ള മനസ്സുണ്ടാകുക. അതിനൊന്നും സാധിക്കാത്ത ആളുകളാണ് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേർന്നിട്ട് ഈ അങ്ങനെയുള്ള കാര്യങ്ങളെ, ഇങ്ങനെയുള്ള വ്യക്തികളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അത്തരം ആളുകളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി മാത്രം ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവരെ ബന്ധപ്പെടാൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിലൂടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ശരി. നല്ല പഠിച്ചവൻ സഹായിക്കട്ടെ, റബ്ബ് സഹായിക്കട്ടെ. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കാര്യം നിങ്ങൾക്ക് കൊണ്ട് ഞാൻ ചെയ്തിട്ട് ഞാൻ ഇവിടെ പോകുള്ളൂ. ഓക്കെ, എന്നല്ല. അസ്സലാമു അലൈക്കും.